എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് സോയാബോൾ കൊണ്ടുള്ളൊരു റോസ്റ്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ. ഞാനിവിടെ കുറച്ച് ചെറിയ സോയാബോളാണ്. ഇത് ഉപ്പിട്ട് ഒന്ന് വേവിച്ച് ഒരു 3-4 പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയൊക്കെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതിന് വേണ്ട ബാക്കി സാധനം: ഒരു സവോള ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇത്രയും സാധനങ്ങളും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയും ഇട്ടിട്ടാണ് നമ്മൾ ഈ സിമ്പിളായിട്ടുള്ള സോയാബീൻ റോസ്റ്റ് തയ്യാറാക്കുന്നത്. നമുക്ക് പാചകത്തിലേക്ക് പോകാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായപ്പോൾ കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് ഇട്ട് കൊടുത്ത് കടുക് അങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അടുത്തായി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മൂത്ത് വരും. ഈ സമയം തന്നെ നമുക്ക് സവോള, പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം. സവോള, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് വഴറ്റാം. സവോളയ്ക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്തും സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് ആ എണ്ണയിലൊന്ന് വാടി വരട്ടെ. നമുക്കൊരു 2 മിനിറ്റത്തേക്കൊന്ന് അടച്ചു കൊടുക്കാം. അടപ്പ് കൊണ്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് അടഞ്ഞിരുന്ന് വാടി വരട്ടെ. നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം അടപ്പ് മാറ്റി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയം തന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു റോസ്റ്റാണ്. എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും. എന്നാലും ഞാൻ ഇവിടെ ഇത് തയ്യാറാക്കിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ട് കാണാം. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത മണം വരുന്നുണ്ട്. ഈ സമയം നമുക്ക് സോയാബീനിലേക്ക് ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു ലേശം വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലേ അതിനകത്തൊന്ന് പൊടിഞ്ഞ് വരുള്ളൂ. ഒരുപാട് വെള്ളം വേണ്ട, ലേശം വെള്ളം മതി. ആ സമയം നമ്മൾ സോയാബോൾ ഇവിടെ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്മി വെച്ചിരിക്കുവാണ്. ഉപ്പിട്ടാണ് നമ്മളിത് വേവിച്ചത്. അപ്പോൾ ഇനി ഇത് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി തിരുമ്മി വെച്ച സോയാബോൾ നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിൽ മസാലയൊക്കെ പൊടിഞ്ഞ് ഇളക്കി യോജിപ്പിക്കാം. സോയാബീൻ നമ്മുടെ മസാലയിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ വളരെ ലോയിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് പതുക്കെ നമുക്കിത് റോസ്റ്റാക്കി എടുക്കാം. ഇനി അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ രുചികരമായ സോയാബീൻ റോസ്റ്റ്. നമ്മുടെ സോയാബീനിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. സോയാബീൻ റോസ്റ്റിലേക്ക് കുരുമുളക് ചതച്ചത് കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ചെറു തീയിൽ അത്യാവശ്യം ഇച്ചിരി കൂടെ ഒന്ന് റോസ്റ്റായി വരണം. സ്റ്റീൽ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ അടി പിടിക്കുന്ന കാരണം വളരെ തീ കുറച്ചിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി നേരം കൂടെ ഒന്ന് റോസ്റ്റ് ആയിക്കോട്ടെ. അങ്ങനെ സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല മണമൊക്കെ വരുന്നുണ്ട്.
ബീഫൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മണമൊക്കെയാണ്. അത്രയും ടേസ്റ്റ്, അതുപോലത്തെ ടേസ്റ്റ് ഇല്ലെങ്കിലും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു പ്ലേറ്റിലൊക്കെ എടുത്തിട്ട് കാണാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റാണിത്. ആവി പറക്കുന്ന സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടത് കൊണ്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ നമ്മൾ അവസാനം കുറച്ച് കുരുമുളക് ചതച്ചതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റാണ്. നമുക്കിത് പലഹാരത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെയോ അല്ലെങ്കിൽ എന്ത് പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും സൂപ്പറായിട്ട് ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിവിടെ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ഞങ്ങളുടെ ചാനലൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് വിടണേ. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.